ഇത് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ കണ്ടന്റ് ഒന്നും ആയിട്ടില്ല. കണ്ടന്റ് പറയുന്ന കണ്ടന്റ് എല്ലാരും ചെയ്തിട്ടുണ്ട്. ഭാഷ സ്ഫുടതമായ സ്ലാങ്ങും മലയാള ഭാഷയും നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ കണ്ടപ്പോ ഓവറായിട്ട് മലയാളത്തെ കൊല്ലുന്നത് പോലെ എനിക്ക് തോന്നി. വായ തുറക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി മുഹൂർത്തങ്ങളായിട്ട്. ശരി, ഒരു കണ്ടന്റ് പറയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തോന്ന് ചെയ്യാൻ നമുക്ക് ഭയങ്കര സംസാരിക്കാം. കാരണം നമുക്ക് എന്തിനു ചെയ്യാന്നൊരു പിടിയില്ല. മറ്റേ സീരീസ് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഷോർട്ട് ഫിലിം ഇറക്കിയ എന്റെ കഥ ഞാൻ പറയാം. വേണം എന്റെ സീരീസിന്റെ കഥ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സീരീസ് ഇടാൻ വേണ്ടി എഴുതിയ കഥ പറയട്ടാ. അതെനിക്ക് അറിഞ്ഞൂടാ. പേരിന്റെ നമുക്ക് ആവശ്യം, സാധനം വലിയ ആവശ്യം. നമ്മളെ ഇല്ലാത്തതും എന്റെ ഷോർട്ട് ഫിലിമിൽ ഉള്ളത് എന്തിനെന്നറിയാമോ? കണ്ടന്റ്. എന്റെ ഷോർട്ട് ഫിലിമിന്റെ കണ്ടന്റ്. അതല്ല, നീ എന്ത് പേരാണ് ഇടാൻ ഉദ്ദേശിച്ചത്? ഇതിന്റെ കഥ മുഴുവൻ നീ മനസ്സിൽ കണ്ടിട്ട് എന്ത് പേരാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? ആലോചിച്ചിട്ട് തന്ത്രമയം. അതങ്ങനെ. ശരി, ആ പേര് കറക്റ്റാണോ ഇല്ലയോ നമുക്ക് ഒരു കഥ കേട്ടിട്ടാണ്. കഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കും. എന്റെയൊരു കഥയാണ് സീരിയസ് ആയിട്ട്. നീ ആദ്യം എന്റെ കഥ പറ, അത് തരുത്. ഇല്ല, അത് കഴിഞ്ഞ് എന്റെ കഥ പറയാം. ഏത് കഥ കൊള്ളാമോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ഫിലിം ആക്കാം. ശരി, നീ കഥ പറയിക്കോ. കഥ ആദ്യം ഒരു വൈഡ് ആംഗിൾ ഷോട്ടാണ്. ആംഗിൾ പിന്നെ തീരുമാനിക്കും. നീ കഥ പറഞ്ഞാൽ 1, 2, 3 കൂട്ടുകാരന്മാര്, ഒരു കാറ്. പേര് പറ കൂട്ടുകാരന്മാർ. പേരപ്പം വിടുന്ന പേരിടാം. കഥ പറയുമ്പോ കഥയുടെ നായകന്റെ പേര് പറയണം. നായകനെ എന്റെ കഥയില്ല, ഞാൻ നായകൻ. കഥയിലെ നായകന്റെ പേര് പറ. കഥയിൽ 2 നായകന്മാരുണ്ട്, 2 കൂട്ടുകാരന്മാരാണ്. ഞാൻ ശ്രീകുട്ടനും സജിനും. നല്ല പേര്, വേറെ ഗംഭീരമുള്ള പേര് പറ. നിർക്കുപ്പനും ഗംഭീരനും, അഖിലും ശരത്തും. അഖിലാണ് നായകൻ. അടുത്ത ഷോട്ട് എന്ന് പറയണത് അഖില്, ശരത്ത്, ശബരി. ഇവര് 3 പേര് കാറിലിരിക്കും. കാറിന്റെ ഡോർ തുറന്ന് അവന്മാർ സംസാരിച്ചോണ്ടിരിക്കും. അവന്മാരെല്ലാം ടീനേജേഴ്സ് ആണ്. ഒരു 18, 17 വയസ്സ്. അതില് ഒരു 26 വയസ്സുള്ള ഒരാൾ കടന്നു വരും. കൂട്ടത്തിലേക്ക് കടന്നു വന്ന് ഇവർ 2 സംസാരിച്ചോണ്ടിരിക്കും. ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വേറൊരു കൂട്ടുകാരൻ വരും. അവന്റെ പേര് അനന്തു. അവൻ പിടിച്ച് ഈ 26 വയസ്സുള്ളവനെ കാറിന്റെ അകത്തോട്ട് തള്ളും. ഇവന്മാരെല്ലാം കാറെടുത്ത് ഇറങ്ങിപ്പോവും. അതാണ് ഫസ്റ്റ് ഇത്. ഇതിന്റെ ചോദ്യങ്ങളാണ് പേര് വരുന്നത്. ഇതില് ഇപ്പം ഒരാകാംക്ഷ വരും. അതിന് ശേഷം ഇവനെ കൊണ്ട് ഒരു കസാരയിൽ കൊണ്ട് ഇരുത്തിയിട്ട് നമ്മളെ ഈ ടാഗ് ഉണ്ടല്ല, നിങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ചെയ്യുമ്പോൾ ടാഗ് ഇങ്ങനെ വെച്ച് ഇവിടെ ലോക്ക് ചെയ്ത് അവിടെ ഇട്ട് കാട്ടില് നമ്മുടെ അവിടെ അതിഭയാനകമായ ഒരു കാടുണ്ട്. അവിടെ കാട്ടിന്റെ അതായത് 3 പേരും കൂടെ 26 വയസ്സായ വയലേം കൊണ്ട് കാട്ടിന്റെ 3 അല്ല 4 പേര്. ഞാൻ, അഖിൽ, ശരത്ത്, അനന്തു പിടിച്ചിട്ടാണ് ചെറുക്കൻ, അതുലി. 4 പേരായല്ലോ. 4 പേര്. ഈ 4 പേര് പിടിച്ച് ഇവനെ കൊണ്ട് കാട്ടിൽ കൊണ്ടിട്ട് ഇടിച്ചിട്ട് അവിടെ വെച്ച് പോസ്. എന്നിട്ട് സംഭവം ഫ്രീസ് ആവും. എന്നിട്ട് അതില് നായകന്റെ പേര് അഖില്. അവനിങ്ങനെ മുടി ഇങ്ങനെ പൊക്കും. അവന്റെ മുടി വേറെ ആരെങ്കിലും മുടി പിടിച്ച് നോക്കാൻ പറ്റുമോ? കണ്ണാടിയും പോണം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കും. ഇത്രയും ആക്കുമ്പം അവിടെ നമ്മൾ പോസ് അടിക്കും എന്ന് പറഞ്ഞാൽ ഫ്രീസ് അടിച്ചിട്ട് അവന്റെ കണ്ണടയല്ല അവിടെ വെച്ച് ബ്ലാക്ക് ആയിട്ട് അടുത്ത് അവന്റെ കഴിഞ്ഞ കാലം കാണിക്കണം, ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതിങ്ങനെ റിവേഴ്സ് എന്നും പറഞ്ഞ് ഇത് കാണിച്ചിട്ട് ഇവന്മാർ കാണിച്ചെല്ലാം. അതിന് നമ്മൾ ട്രിപ്പ് പോയപ്പോൾ ഉണ്ട്, അതൊക്കെ എടുത്തിടും.
അതില് ഇവന്മാരെല്ലാം കൂടെ ബോയ്സ് ആണ്. അത് വെക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ താഴെ മറ്റേ ഇരിക്കണം, സ്മോക്കിംഗ് കാസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. അവന്മാരെല്ലാം ബോയ്സ് ആണ്. അവന്മാരെല്ലാം കൂടെ ഇങ്ങനെ മേടിച്ചു കൊടുക്കും. അപ്പൊ അവന്മാർക്ക് കണക്ട് ചെയ്യണത് 26 വയസ്സുള്ള ചേട്ടനാണ്. അതായത് 26 വയസ്സുള്ള അയാളാണ് ഈ പയ്യന്മാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇവന്മാരെല്ലാം ഇങ്ങനെ വലിച്ചോണ്ടിരുന്ന സമയത്ത് അതെടുത്ത് കൂട്ടുകാരൻ പറയും. കൂട്ടുകാരന്റെ പേരൊന്നും ആളാരെന്ന് തീരുമാനിച്ചിട്ടില്ല. അവൻ പറയും ഇതൊന്നൊക്കെ വലിച്ചിട്ട് ഒരു തേങ്ങ ആവണില്ല, വേറെ വല്ല സെറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പൊ 26 വയസ്സുള്ള ചേട്ടൻ പറയും എന്റെ ഒരു M ഉണ്ട്, എനിക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ തരാം. അത് ഈസ് എ ക്രിസ്റ്റൽ സബ്സ്റ്റൻസ് ടു മാങ്ങൊക്കെ എത്തുവന്നു. എനിക്ക് അറിഞ്ഞൂടെ സംഭവം, ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ M അടിക്കണത് നമ്മുടെ മാരി ടു സിനിമ ഞാൻ കണ്ട് പ്രാവളത്തില്ല. മാരി ഇങ്ങനെ M ഉണ്ട്, അതിപ്പോഴത്തേക്ക് അവന് വേണ്ടി എടുത്തേണ്, ഒരു പ്രാവശ്യത്തേക്ക് തരാന്ന് പറയും. അങ്ങനെ ഇവന്മാരെല്ലാം അടിക്കും, ഇവന്മാര് വലിക്കുമ്പം ഈ 4 കൂട്ടുകാരന്മാരും ബോധം പോകും. പക്ഷെ അവന്റെ 26 വയസ്സുണ്ടല്ല, അവന് ബോധം കാണും, കാരണം അവൻ ഇഷ്ടംപോലെ പ്രാവശ്യം വലിച്ചിട്ടുണ്ട്. അങ്ങനെ വലിച്ചോണ്ടിരിക്കുമ്പം സീൻ നമ്പർ 2 ഇവനൊരു ചേട്ടന്റെ ഒരു മോളുണ്ട്. അവരെപ്പോഴും അവന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ജന്നൽ തുറന്നിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ പാതി തുറന്നിട്ടിരിക്കും. ഇവന്മാരെല്ലാം കിടക്കും, മറ്റോ ഇതേപോലെ കസാരയിലിരിക്കും. അവൻ ഇങ്ങനെ നോക്കും ജന്നൽ പോലെ. അപ്പൊ ഈ കൊച്ചു കളിച്ചോണ്ടിരിക്കും. ഇവൻ ഐസിനെ കൊച്ചിനെ എടുത്തോണ്ട് ഇവന്റെ മൈൻഡ് മാറും. ഇവൻ എടുത്തോണ്ട് കൊച്ചിനെ എടുത്തോണ്ട് റാപ്പ് ചെയ്യും. കൊച്ചെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കും, കൊച്ചിനെ പീഡിപ്പിക്കും. അതിന്റെ താഴെ നമ്മൾ മറ്റേത് എഴുതണം, അല്ലെങ്കിൽ ക്യാസ് ആവും. മറ്റേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ല, വയലൻസ് അഗൈൻസ്റ്റ് ദ വുമൻസ് ഒഫൻസീവ് ലോ, അത് ഞാൻ സിനിമ കാണുന്നതാണ്. അത് എഴുതണം. സംഭവം ഇതെന്തിരിക്കും, ഇത് എന്നിട്ട് കൊച്ചുകുട്ടിയല്ല വളരെ പറയല് ഇങ്ങനെ എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മളവിടെ ഹോമിയോ കോളേജ് ഉണ്ടല്ല, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ 2 ദിവസം കഴിയുമ്പോൾ കൊച്ചിന് പനി വന്ന് ഇവര് നേരെ ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോകുമ്പം ഡോക്ടർ പറയും ഇങ്ങനെ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് പറയും. പക്ഷെ കൊച്ചിന്റെ അച്ഛനമ്മയും പറയും ഇത് വെടി വിടല്ലേ, ഇത് ഡോക്ടർ വെടി വിടല്, മറ്റേ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ വെളിയിൽ അറിഞ്ഞ നാണക്കേടാണ്. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. പത്രത്തിന്റെ കൈ കാലൊക്കെ പിടിച്ച് അങ്ങനെ പറയാതിരിക്കും. എന്നിട്ട് ഇവന്റെ വീട്ടിൽ വന്ന് പറയും ഇങ്ങനെ കൊച്ചിങ്ങനെ ഇതിനിടയായിട്ടുണ്ട്. അന്ന് നോട്ടി 2 കൂട്ടുകാരന്മാരുണ്ട്. ഇവന്മാര് 4 ആയാലും ഇവന്മാര് 4 പേരുണ്ട്. പക്ഷെ ഇവന്മാര് 2 പേരാണ് ടപ്പ, പക്ഷെ കട്ട ബോണ്ടിങ്. ആ 2 ചെറുക്കന്മാരും കൂടെ അന്വേഷിക്കും ഇതെന്തരാണ്. കൊച്ചിന്റെ സംസാരിക്കും. ഇത് കൊച്ചിന്റെ അടുത്ത് ഞാൻ കളിയടിച്ച് നിന്നിട്ട് സംസാരിച്ചിട്ട് ഒരു ദിവസം ഇവന്മാര് ഇങ്ങനെ കിടക്കണ സമയത്ത് ഒരുത്ത കൈ ഇങ്ങനെ വെക്കും. അപ്പം കൊച്ചെന്തിരിക്കും, അവളെ കൊച്ചിന്റെ ദേഹത്ത് കൊടുക്കും. കൊച്ചു തട്ടി മാറ്റും. എന്നിട്ട് ഇവിടെ ഒരുമായി പേടിക്കും. ആ സമയത്ത് വേറെ അടുത്ത ചോദിക്കും ഇങ്ങനെ പേടിക്കണം. അപ്പം പറയാം അന്ന് ചേട്ടൻ്റെ. അപ്പം ഇവന്മാരും വിശ്വസിക്കുക കൂട്ടുകാരനല്ലേ. അത് ഭയങ്കര ഫോട്ടോയൊക്കെ എടുക്കും കൊച്ചിന്റെ. ഇവനെ മറ്റേ നേരത്തെ പറഞ്ഞ സാധനം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഇവന്മാർക്ക് കൊടുക്കും. ഈ മറ്റേ 26 വയസ്സ് അഴിക്ക വൃത്തിയുടെ വീഡിയോ ഒക്കെ ഉള്ള ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ ഇവന്മാർ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ നാട്ടുകാരെല്ലാം കാണണേ. ഇത് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ച് ഇവന്മാരെന്തിരി ഇത് കൊള്ളാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഇവന്റെ അനിയത്തിന്റെ ഫോട്ടോ ആണ്. അനിയത്തിന്റെ ഫോട്ടോ ആണ് ഇവന്മാർ അവിടെ ഇട്ട് ഇരിക്കും. അവന്മാര് ഒന്നും മിണ്ടൂല. അപ്പൊ ഒന്നും മിണ്ടൂല. എന്നിട്ട് ഇവന്മാർ 26 വയസ്സല്ലേ, ഒന്നാമത് നല്ല കണക്ട് ചെയ്യണം. അത് തെറ്റിപ്പോയത്. ഇവന്മാര് കണ്ടിട്ട് ഇവന്മാരൊന്നും മിണ്ടൂല. കാരണം 26 വയസ്സുള്ള ഇത് കാണുന്നത് എന്തായി അതാണ് എനിക്ക് മനസ്സിലായത്. സംഭവം ഇതാണ് കണ്ടന്റ്. കൂട്ടുകാരെ കണ്ടോ? 2 പേരും കണ്ട്, 2 പേരും അടിച്ചോണ്ടിരിക്കുക. ഒരുത്തവൻ കണ്ട് പക്ഷെ പറയണേ ഇല്ല, അറിഞ്ഞാലും കണ്ടില്ല. പക്ഷെ ഇവന്മാർക്ക് 26 വയസ്സായോണ്ട് ഇവന്റെ ഏരിയ ആയോണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ വേറൊരു ഏരിയ പോയി നിങ്ങൾ അടി ഉണ്ടാക്കൂല. കാരണം ആ ഏരിയയുള്ള പയ്യന്മാരായോണ്ട് അടി കിട്ടും. ഒന്നാമത് ഇവന്മാര് നല്ല കണക്ട് ചെയ്യണ ബോയ് ആയോണ്ടും ഇവിടെ കണക്ഷൻ കാണും വെളിയിൽ. അപ്പൊ ഇവനെ അവിടെ ഇട്ടൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഇവന്മാര് വന്ന് നിന്നിട്ട് സംസാരിക്കും. ഒന്നും അതെങ്ങനെ ഇതേപോലെ ഇവനാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് 4 ഇവന്മാരൊരു പക്കാ പ്ലാൻ ഇടും. എല്ലാം നമ്മള് പ്ലാനൊക്കെ പറഞ്ഞാൽ ക്യാമറ ഇങ്ങനെ വെച്ച് നമുക്ക് 10 സിനിമയിൽ എങ്ങനെ എടുത്തു അതേപോലെ അതിനേക്കാളും മസ്മരികമായിട്ട് ഞാൻ എടുക്കും. എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് എന്തിരിക്കും പുല്ല് മറന്നുമില്ല. പ്ലാൻ എടുത്തിട്ട് നമ്മള് അതിനുശേഷം പിന്നെയും പ്രിവെന്റ് അവനെ പിടിച്ചിടിക്കുന്നു.
തല ഇങ്ങനെ ആക്കിന്റെ ബാക്കി അതിന്റെ ബാക്കി എടുത്തിട്ട് കയറ് കെട്ടി മുകളിലത്തെ ഗ്രൗണ്ട് ഉണ്ടല്ലോ കയറ് കെട്ടി അവനെ തൂക്കും. തൂക്കാനൊന്നുമില്ല, കയറ് കെട്ടിയിട്ട് ബാക്കി കാലല്ലേ, അത് അവനെ പിടിച്ച് തൂക്കിട്ട് ഇങ്ങനെ തൂക്കി കിട്ടിച്ച കഴുത്തി കൂടെ തൂക്കും. ഓ ഫുൾ ക്രൂവലാണ്. കഴുത്തിൽ കൂടെ തൂക്കിയിട്ട് നമ്മൾ നടന്നു പോകും. അങ്ങനെയൊന്നും ചെയ്തോളി. എന്നിട്ട് ഇവന്മാരെന്തിട്ട് നമ്മൾ അപ്പുറത്തെ റെയിൽവേ ഉണ്ടല്ലോ അതുവഴി 4 കൂട്ടുകാരന്മാര് നടക്കും. 4 കൂട്ടുകാരന്മാര് നടക്കുമ്പം ആംഗിള് താഴ്ത്തി വെച്ചെടുക്കണം. പറയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കുറുക്കിന്റെ ഭാഗം മാത്രം മതി. എന്നിട്ട് ആകാശം വരുമല്ല, ആകാശത്തിന്റെ അവിടെ ഇത്രയും നാളും 18 വയസ്സ് തികയാത്ത കൊച്ചുങ്ങളെ പീഡിപ്പിച്ച് ഗ്യാസായില്ലേ പോസ്റ്റർ, അത് ഞാൻ പറ അതാണ് എന്റെ കഥ. പക്ഷെ ഇതെല്ലാം എടുക്കാൻ ചെലവാകും. പിന്നെ ക്യാമറ, കാറ് വാടക, പെട്രോള്, ഫുഡ്, ഡയറക്ടറിന് പൈസ, എന്നാലും പൈസ ആവില്ലേ. എല്ലാത്തിനും കൂടെ നല്ല ഫണ്ടാവും. പക്ഷെ ഇതിന് കുറെ മാറ്റങ്ങൾ വരാറുണ്ട്. അതെനിക്ക് ഇനി അറിഞ്ഞൂടാ. പോരായ്മ കുറെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ. ഓ ഇതില് ആദ്യം ആവശ്യമുള്ളത് എന്തിനായാലും ഞാൻ ഇത്രയും സെറ്റ് ചെയ്ത് എടുക്കണോണ്ട് BGM കൂടെ സെറ്റ് ചെയ്യും. ഞാൻ തന്നെ സെറ്റ് ചെയ്യൂല, അത് നല്ല അറിയാനുള്ളവരാരെങ്കിലും കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കും. അല്ല അതിന് കോപ്പി റൈറ്റ് അടിച്ച് വാങ്ങിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണായോണ്ട് കോപ്പി റൈറ്റ് അടിക്കാനുള്ള സ്കീം ഒന്നും ഉണ്ടാക്കൂല. BGM നമ്മൾ സെറ്റ് ചെയ്യും. അത് ഈ ആൽബി ചേട്ടാ, നമുക്കൊരു ബോയ് ഉണ്ട് ആൽബി എന്ന് പറഞ്ഞ്, അവൻ ചേട്ടാ അവന്മാരൊക്കെ വയലിനും പിയാനും ഒക്കെ വെച്ച് അവന്മാർ വിരലിട്ട് കളിക്കുന്ന ടീമുകളാണ്. അവന്മാരെ വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ഇപ്പൊ തന്നെ കുറെ നേരമായിരുന്നു, ശരിയാവൂല. നമുക്ക് അടുത്ത വീഡിയോയില് കഥ പറയാം. അടുത്ത വീഡിയോയിലെങ്കിലും വേറൊരു കണ്ടന്റ് വരെ ഞാൻ നോക്കാം. എനിക്കറിഞ്ഞൂടാ, മറന്നു. ശരി.